സംസ്ഥാനത്തെ മഴക്കാഴ്ചകളിലേക്ക് എത്തുകയാണെങ്കിൽ എന്തായാലും തൽക്കാലം മഴ അലേർട്ട് ഇല്ല ഒരിടത്തും. നമുക്ക് വിവിധ ജില്ലകളിൽ നിന്ന് പരിശോധിക്കാം. വീണ്ടും സുധീഷ്, രശ്മി, ഗോകുൽ എന്നിവർ ചേരുകയാണ്. പക്ഷേ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്, നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഗോകുൽ, ഈ തീരപ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ മഴയിൽ ദുരിതം അനുഭവിച്ച ഒരു പക്ഷേ കോഴിക്കോട് നിന്നുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് കൂടുതലായി ലഭിച്ചത്. അവിടെ ഈ ഹാർബർ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പ്രധാനമായിട്ടും മഴ കോഴിക്കോട് ജില്ലയിൽ ബാധിച്ചിട്ടുള്ളത് തീരദേശവാസികളെയാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം അത് അവർ എല്ലാ വർഷങ്ങളിലും അനുഭവിക്കുന്ന ഒരു ദുരിതത്തിൻ്റെ ഒരു പതിപ്പാണ് ഈ വർഷവും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം മുമ്പ് തൊട്ടേ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് മൂലം, അല്ലെങ്കിൽ അത് ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ വേണ്ട രീതിയിൽ അതിനെ പരിഗണിക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങളാണ് തീരദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ മഴക്കാലത്തും അനുഭവിക്കുന്നതാണ്. കോഴിക്കോട് കോനാട് ബീച്ചിലും സൗത്ത് ബീച്ചിലും ഒക്കെയുള്ള ആളുകൾ, നൂറുകണക്കിന് ആളുകളുടെ കുടുംബങ്ങളിലേക്ക് ഈ കടൽക്ഷോഭം മൂലം വെള്ളം അടിച്ചു വന്ന് അവർക്ക് രാത്രി അന്തി ഉറങ്ങാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ആ മേഖലയിൽ എമ്പാടുമുള്ളത്. പിഞ്ചു കുട്ടികളുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്. എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ആളുകൾ കടൽക്ഷോഭം മൂലമുള്ള ദുരിതം അനുഭവിക്കുകയാണ്. ഇന്നലെ രാത്രിയിലൊക്കെ ഈ കോനാട് ബീച്ചിലും സൗത്ത് ബീച്ചിലും ഒക്കെയുള്ള ആളുകൾ വീടിന് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് 8 വർഷം മുമ്പ് തൊട്ടേ തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കടൽ കരയിലേക്ക് കയറാൻ തുടങ്ങുന്നു. അത് എല്ലാ മേഖലയിലുമുണ്ട്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കാപ്പാട് കടപ്പുറത്തെ കടൽ ഭിത്തി തകർന്ന് റോഡൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ തീരദേശവാസികളെയാണ് നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒറ്റപ്പെട്ട ചില ഇടങ്ങളിലുള്ള വെള്ളപ്പൊക്കവും വനത്തിൽ മഴ പെയ്യുന്നത് മൂലം പുഴയിൽ വെള്ളം കയറുന്നത് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷേ അതൊന്നും നേരിട്ട് ഒരു കൂട്ടം ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. ഈ തീരദേശവാസികളെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. ഇവരെ ഈ തീരദേശവാസികളായിട്ടുള്ള ആളുകളെ ഈ പ്രദേശത്ത് നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്ക് പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ഇവർക്ക് 10 ലക്ഷം രൂപ സർക്കാർ നൽകും. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഇവർ മറ്റ് സ്ഥലങ്ങളിൽ വീടും സ്ഥലവും കണ്ടെത്തി മാറി താമസിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പോകാം എന്നൊരു പദ്ധതി നടപ്പിലാക്കിയതാണ് പുനർഗേഹം പദ്ധതി. എന്നാൽ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഈ വീടോ സ്ഥലമോ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളത്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള തുക വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യവുമായി ഈ തീരദേശവാസികളൊക്കെ ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. കാരണം ജനിച്ചു വളർന്ന ഒരു മണ്ണ് വിട്ടു പോകാൻ അവർ തയ്യാറാവുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ടാണ്. ഈ കടൽ ഭിത്തി നിർമ്മിക്കാത്ത മൂലം റോഡിന് സമാന്തരമായ രീതിയിൽ, അല്ലെങ്കിൽ റോഡിന് തുല്യമായ രീതിയിലാണ് കടൽ ഭിത്തികൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം റോഡിൽ നിന്നും കുറച്ച് 2-3 മീറ്റർ ഉയരത്തിലുണ്ടാവേണ്ട കടൽ ഭിത്തികളൊക്കെ റോഡിന് സമാന്തരമായി നിൽക്കുന്നു. ഈ കടലിൽ നിന്ന് ഒരു 5-10 മീറ്റർ അകലെ മാത്രമായിട്ട് ഇവരുടെ വീടുകൾ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവാം, ഇവർക്ക് വീട് മാറി പോകേണ്ടതിലെ കടലിന് ഇത്ര അടുത്ത് താമസിക്കാൻ പാടില്ലല്ലോ എന്നൊരു സംശയം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഉണ്ടാവാം. ഈ കടൽ കര കയറുന്നതാണ്. ഒരു 5 വർഷം മുമ്പ് ഇത്രയും അടുത്തായിരുന്നില്ല ഈ കടലെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും കടൽ കര കയറി വരുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മന്ത്രിമാരോ അല്ലെങ്കിൽ സ്ഥല MLAയോ ജനപ്രതിനിധികളൊക്കെ വന്നിട്ട് ഇവരെ ആശ്വസിപ്പിച്ച് പോകുന്നു എന്നല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ളൊരു നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ ഇന്നലെയൊക്കെ അവരുടെ കൂടെ തന്നെയായിരുന്നു. ഒരുപാട് മണിക്കൂറുകൾ അവരുമായി അവരുടെ ദുരിതങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സ്പോട്ട് വാർത്ത, സ്ഥലത്ത് പോയി വാർത്തകളൊക്കെ ചെയ്തിരുന്നു. നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു 4 മണിക്ക് ശേഷമൊക്കെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാവുകയും അവരുടെ വീടിന് മുകളിലേക്ക് ടാർപ്പായും മറ്റും വലിച്ചു കെട്ടിയിട്ടുള്ള വീടാണ് അവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും. ഈ വീടിന് മുകളിലേക്ക് വെള്ളം അടിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നഗരപ്രദേശങ്ങളിലൊന്നും ജീവിക്കുന്നവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഭയാനകമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മഴകളൊന്നും പെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഈ ഘട്ടത്തിൽ തന്നെ, ഈ ജൂലൈ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതിസന്ധികൾ തീരദേശവാസികൾ നേരിടുന്നുണ്ട്. ഇവർക്കൊന്നും തന്നെ ഇപ്പോൾ കടലിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ട്രോളിംഗ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കടൽക്ഷോഭമായതിനാൽ തന്നെ അവരോട് കടലിലേക്ക് പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ മറ്റു പണികളുമായി വീടിന് പുറത്തു പോയി തിരിച്ചു വരുമ്പോഴേക്ക് അവർക്ക് ആദിയാണ്. കാരണം ചെറിയ കുട്ടികളായ ആളുകളെയാണ് വീട്ടിനുള്ളിൽ നിർത്തിയിട്ട് പോകുന്നത്. അവർക്ക് ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് കളിക്കാൻ അല്ലെങ്കിൽ പുറത്തു പോയി കളിച്ചു വരുമെന്ന് പറയാൻ പോലുമുള്ള ഒരു ധൈര്യം അവിടെയുള്ള മാതാപിതാക്കൾക്കില്ല. കാരണം ഏത് നിമിഷവും കടൽ കര കയറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ തീരദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന 2 കാര്യം. ഒന്നാണ്, തങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ ആവശ്യമായ പണം, കൂടുതൽ
തുക ഈ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അത് 20-25 ലക്ഷം രൂപ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ കടൽ ഭിത്തി നിർമ്മിച്ചു തരണം. ഈ കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ജില്ലയിലും ഒരുപക്ഷെ ഇത് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ്, വർഷങ്ങളായിട്ടുള്ള പ്രതിസന്ധിയാണ്. തീർച്ചയായും സമാനമായ കാഴ്ച തന്നെയായിരിക്കും മറ്റു ജില്ലകളിലും. രശ്മി, ഗോകുൽ പറയുന്നത് കേട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തീരദേശവാസികളുടെ ദുരിതം, അത് ഈ ഓരോ മഴ മാറി അലേർട്ട് പിൻവലിച്ചു എങ്കിലും മഴക്കെടുതികളിലെ ദുരിതമൊക്കെ തുടരുകയാണെന്നുള്ളതാണ്. അനു, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ്. വളരെ ശക്തമായിട്ടുള്ള മഴയല്ല, പക്ഷേ ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റേ ഒരു ജില്ലകളിലും ഇന്ന് മുന്നറിയിപ്പുകളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ ഈ ഒറ്റപ്പെട്ട മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 10 മണിയോടുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി വളരെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് ജൂലൈ 2ാം വാരമാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പുമുണ്ട്. നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് മീൻപിടുത്ത തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കടൽ വളരെ പ്രക്ഷുബ്ധമാണ്, ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മീൻപിടുത്ത തൊഴിലാളികൾ ഇനിയൊരു ഒരാഴ്ചത്തെ ആശ്വാസം കിട്ടും എന്ന് സാരം. ഒരാഴ്ച അലേർട്ട് ഇല്ല, പക്ഷേ ജൂലൈ 2ാമത്തെ ആഴ്ച വീണ്ടും ഈ മുന്നറിയിപ്പൊക്കെ തുടങ്ങുന്നു എന്ന്. സുധീഷ്, ഈ മധ്യകേരളത്തിലേക്ക് എത്തിയാൽ അവിടുത്തെ അവസ്ഥ എപ്രകാരം? അനു, ഇന്നലെ രാത്രിയിൽ ചെറിയ മഴ മധ്യകേരളത്തിലുടനീളം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. സൂര്യകിരണങ്ങൾ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ എത്തി എന്നത് ജനങ്ങളെയും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇതേ സമയത്ത് തന്നെയാണ് തീരദേശ മേഖലയിലെ കടൽക്ഷോഭം, അതിൻ്റെ ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും എറണാകുളം ജില്ലയിൽ എടവനക്കാട്, ചെല്ലാനം, കണ്ണമ്മാലി ഭാഗങ്ങളിലൊക്കെ ശക്തമായ കടൽക്ഷോഭമായിരുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം തന്നെ ആലപ്പുഴ ജില്ലയിലും ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, പുറക്കാട് തീരങ്ങളിലൊക്കെ തന്നെ അതോടൊപ്പം തന്നെ പുന്നപ്ര, കരൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. മത്സ്യബന്ധന യാനങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നതിന് തടസ്സമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ബോട്ടുകൾ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ്. ആ സമയത്തെ ഈ തുടർച്ചയായ കടൽക്ഷോഭം അവർക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. അതിലുപരി ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു കടൽക്ഷോഭം ഉണ്ടായാൽ വള്ളങ്ങൾക്ക് അടുത്ത് കയറാൻ പറ്റുന്ന ഹാർബറുകളുടെ പോരായ്മ നിലനിൽക്കുന്നു. ഇത്തരം പ്രശ്നമെല്ലാം തീരദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആറാട്ടുപുഴയിലെ പെരുമ്പള്ളി തീരവും കായംകുളം കായലും തമ്മിലുള്ള അകലം ഏതാണ്ട് 30 മീറ്റർ പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ തീരശോഷണം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെയും ശക്തമായ കടൽക്ഷോഭം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി. എന്നാൽ ഇത്രയും ഗൗരവതരമായ ഒരു സാഹചര്യം, അതും കായംകുളം കായലുമായി ചേർന്നാൽ അത് ആവാസ വ്യവസ്ഥയെ തന്നെ കായലിലെ വലിയ രീതിയിൽ ബാധിക്കും. 48 ഇനം മത്സ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കായംകുളം കായലിലുണ്ടാകും. എന്നാൽ ഇതിനൊന്നും ഗൗരവം കാണാതെ അവിടെ കടൽഭിത്തി കെട്ടിയില്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം കടൽക്ഷോഭത്തെ പ്രതിരോധിക്കുന്നതിന് അവിടെ ഉണ്ടാക്കാൻ ഇതുവരെയും നടപടിയാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അത്തരം സാഹചര്യം തന്നെ എടവനക്കാടും എല്ലാം തന്നെ എറണാകുളം ജില്ലയിലും നിലനിൽക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും ഇന്നലെ എടവനക്കാട് ഹർത്താൽ നടത്തിക്കൊണ്ട് തീരവാസികൾ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലെങ്കിലും അവിടുത്തെ തീരം സംരക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടി വേണമെന്നതാണ് തീരവാസികളുടെ ആവശ്യം. എന്നാൽ എമർജൻസി സ്റ്റോൺ എന്ന പേരിൽ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ അളവില്ലാതെ പാറ കൊണ്ടിറക്കി വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതാവരുത് ഈ പ്രതിരോധം തീർക്കൽ. അവിടെ ശാശ്വതമായ ഒരു സംവിധാനത്തിലേക്ക് അടിയന്തരമായി കടക്കണം. കഴിഞ്ഞ കാലവർഷ സമയത്തും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് നായരമ്പലം ഭാഗങ്ങളിൽ നിന്നല്ല. എന്നാൽ അവിടെയും ഇപ്പോഴും കടൽഭിത്തി ഇല്ലാത്ത നിരവധി പ്രതിഷേധങ്ങളൊക്കെ വെറുതെയാണെന്ന് സാരം. അതിനൊന്നും ഒട്ടും വില കൽപ്പിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും സുധീഷ്. അതുതന്നെയാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലോ ഇല്ലെങ്കിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുന്നു, അടിയന്തര പരിഹാരം എന്ന് വാക്ക് നൽകുന്നു. എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യം. ഇതേ സാഹചര്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തീരവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കടലൊന്ന് ശമിച്ചാൽ അവരുടെയും ഈ ആവശ്യത്തിന് വേണ്ടിയുള്ള മുറവിളി തണുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിന്നീട് അടുത്ത കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴാണ് ഇവർ ഇത്തരം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഇതിന് തുടർച്ചയായ ഒരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. ഈ സംസ്ഥാന പോരാട്ടം നടത്തിയാൽ മാത്രമേ നമ്മുടെ ഭരണാധികാരികൾ കണ്ണു തുറക്കൂ. അതുകൊണ്ട് പോരാട്ടം ഏത് വിധേനയും നടത്തണം എന്നുള്ളതാണ്.